നമസ്കാരം. ഇതുവരെയുള്ള വാർത്തകളുടെ സമഗ്ര ചിത്രവുമായി വാർത്തയിൽ നിന്ന് ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. ഭാരത് ജോഡോ ന്യായ് യാത്രയ്ക്ക് തുടക്കം. പ്രധാനമന്ത്രിക്കെതിരെ രാഹുൽ ഗാന്ധി. മണിപ്പൂർ ജനതയെ ചേർത്ത് പിടിച്ചില്ലെന്ന വിമർശനം. മിലിന്ദ് ദേവ്ര ശിവസേന ഏക്നാഥ് ഷിൻഡെ വിഭാഗത്തോടൊപ്പം. उस विचारधारा का मणिपुर एक चिन्ह है. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖർഗെ രാഹുൽ ഗാന്ധിക്ക് പതാക കൈമാറി യാത്ര ഉദ്ഘാടനം ചെയ്തു. ഭരണഘടനയ്ക്കായുള്ള പോരാട്ടമാണ് ഭാരത് ജോഡോ ന്യായ് യാത്രയിലൂടെ രാഹുൽ ഗാന്ധി നടത്തുന്നതെന്ന് മല്ലികാർജുൻ ഖർഗെ പ്രതികരിച്ചു. जस्टिस, लिबर्टी, इक्वालिटी एंड फ्रेटर्निटी, इन चारों चीजों के लिए वो अपना पूरा समय और पूरा जो टारगेट है वो उन्होंने हासिल कर रहे हैं. और दूसरी एक चीज कि यहां से जो जा रहे हैं कम से कम इसमें 6,500 किलोमीटर वो चलेंगे. वो बस यात्रा से, पैदल से लोगों को ये मिलते रहेंगे. मैं समझता हूं इतनी बड़ी यात्रा हिंदुस्तान में पहला भी नहीं हुआ, आगे भी नहीं होगा. वो आज हो रहा है उनके नेतृत्व में. മണിപ്പൂരിലെ തൗബാലിലെ കോങ്ജോമിലെ യുദ്ധസ്മാരകത്തിൽ ആദരവർപ്പിച്ച ശേഷമാണ് രാഹുൽ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയത്. 66 ദിവസം നീണ്ടു നിൽക്കുന്ന യാത്ര മാർച്ച് 20 മുംബൈയിലാണ് സമാപിക്കുക. മണിപ്പൂരിൽ ഒറ്റ ദിവസമായിരിക്കും യാത്ര. അസം, നാഗാലാൻഡ്, ബംഗാൾ, മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, ഗുജറാത്ത്, മഹാരാഷ്ട്ര എന്നിങ്ങനെ 15 സംസ്ഥാനങ്ങളിലൂടെ യാത്ര കടന്നുപോകും. ബസ്സിലും കാൽനടയുമായി നീങ്ങുന്ന യാത്ര 6717 കിലോമീറ്റർ സഞ്ചരിക്കും. 110 ജില്ലകളിൽ യാത്രയെത്തും എന്നാണ് മനസ്സിലാക്കുന്നത്. മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെയുടെ നേതൃത്വത്തിലുള്ള ശിവസേനയിൽ ചേർന്ന മുൻ കേന്ദ്രമന്ത്രിയും മഹാരാഷ്ട്രയിലെ കോൺഗ്രസ് നേതാവുമായ മിലിന്ദ് ദേവ്ര വികസനത്തിന്റെ പാതയിലൂടെ നടക്കാനാണ് ഇനി തന്റെ തീരുമാനമെന്ന് മിലിന്ദ് പ്രതികരിച്ചു. ഇന്ന് രാവിലെയാണ് 55 വർഷം നീണ്ട കോൺഗ്രസുമായുള്ള യാത്ര അവസാനിപ്പിക്കുന്നതായി ദേവ്ര അറിയിച്ചത്. ലോക്സഭാ സീറ്റ് തർക്കത്തെ ചൊല്ലിയാണ് മിലിന്ദ് പാർട്ടി വിട്ടത്. 2004-ലും 2009-ലും മുംബൈ സൌത്ത് മണ്ഡലത്തിൽ നിന്ന് അദ്ദേഹം വിജയിച്ചിരുന്നു. 2019-ലും ശിവസേന ഉദ്ധവ് വിഭാഗം നേതാവ് അരവിന്ദ് സാവന്തിനോട് പരാജയപ്പെടുത്തിയിരുന്നു അദ്ദേഹം. ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായ ഉദ്ധവ് വിഭാഗം ഇത്തവണ സീറ്റിനായി അവകാശവാദം ഉന്നയിക്കുന്ന സാഹചര്യത്തിലാണ് മിലിന്ദിന്റെ രാജിപ്രഖ്യാപനം. എം ടി വാസുദേവൻ നായർക്ക് പിന്നാലെ അധികാര രാഷ്ട്രീയത്തെ വിമർശിച്ച സാഹിത്യകാരൻ എം മുകുന്ദനും നാം ജീവിക്കുന്നത് കിരീടങ്ങൾ വാഴുന്ന കാലത്താണ്, സിംഹാസനങ്ങളിൽ ഇരിക്കുന്നവർ അത് ഒഴിയണമെന്നും ജനങ്ങൾ വരുന്നുണ്ടെന്നും മുകുന്ദൻ പറഞ്ഞു. വ്യക്തിപൂജ പാടില്ലെന്നും KLF വേദിയിൽ അദ്ദേഹം പ്രതികരിച്ചു. കിരീടം അടിയുന്ന തലയിൽ നിന്ന് തെറിപ്പിക്കാൻ സാധിക്കുമെന്ന് നമ്മൾ തെളിയിക്കണം. അപ്പം ഒരു ജനാധിപത്യ രാജ്യമാണ്. നമുക്ക് ആകെ ചെയ്യാൻ കഴിയുന്നത് വോട്ട് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ വോട്ട് ചെയ്തുകൊണ്ട് ചോരയുടെ പ്രാധാന്യം നമ്മൾ അടയാളപ്പെടുത്തുക, കിരീടം അപ്രസക്തമാണെന്ന് നമ്മൾ സ്ഥാപിക്കുക. ഒരു തുള്ളിച്ചോരയ്ക്ക് ഒരു കിരീടത്തെക്കാൾ വിലയുണ്ട്. മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ എന്ന പുസ്തകത്തിലെ ഈ വരികളെ സമീപകാല രാഷ്ട്രീയവുമായി ബന്ധപ്പെടുത്തിയുള്ള എം സ്വരാജിന്റെ ചോദ്യത്തിനാണ് സാഹിത്യകാരൻ എം മുകുന്ദന്റെ മറുപടി. അധികാരത്തിന്റെ സിംഹാസനങ്ങളിൽ ഇരിക്കുന്നവർക്കും എം മുകുന്ദന്റെ മുന്നറിയിപ്പ്. സിംഹാസനത്തിൽ ഇരിക്കുന്നവർ അധികാരത്തിൽ രുചികഴിഞ്ഞവരാണ്. അവരവരുടെ എഴുന്നേൽക്കില്ല, അവർ ഒരിക്കലും എഴുന്നേൽക്കില്ല. എനിക്ക് പണ്ടത്തെ കാലത്ത് അടിയന്തര കാലത്ത് ഒക്കെ നമ്മുടെ കണ്ടാണ് ഒരു കവി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ എന്നോട് പേര് മറന്നുപോയി. കവി പറഞ്ഞതെന്ന് വെച്ചാൽ സിംഹാസനം കാലിയാക്കും, ജനങ്ങൾ വരുന്നു എന്നാണ്. ജനങ്ങൾ വരികയാണ്.
സിംഹാസനം ഒഴിയൂ എന്നാണ് പറഞ്ഞത്. അതൊരു പ്രശസ്ത ജയപ്രകാശ് നാരായൺ കോട്ടയത്തിലെ ഒരു കവിതയാണത്. അപ്പം അതാണ് നമുക്കും പറയാനുള്ളത്. സിംഹാസനത്തിൽ ഇരിക്കുന്നവരോട് നമുക്കും പറയാനുള്ളതാണ്, സിംഹാസനം ഒഴിയും, ജനങ്ങൾ വരുന്നുണ്ട് എന്നുള്ളതാണ്. തീർച്ചയായും വരാനുള്ള തെരഞ്ഞെടുപ്പിനെ പ്രാധാന്യത്തോടെ ഉപയോഗിക്കണമെന്നും എം മുകുന്ദൻ. സംവാദത്തിലെ പരാമർശങ്ങൾ എല്ലാ അധികാര കേന്ദ്രങ്ങൾക്കും ബാധകമെന്ന പിന്നീട് വ്യക്തത വരുത്തി. വ്യക്തിപൂജ പാടില്ല. EMS നേതൃപൂജകളിൽ ഒന്നുമുണ്ടായിരുന്നില്ലെന്ന MTയുടെ വിമർശനം ഉൾക്കൊള്ളണം. വിമർശനം അതിനൊരു സ്പേസ് ഉണ്ടാകണം. പക്ഷെ പലർക്കും ഇപ്പോഴും സഹിഷ്ണുതയില്ല, വിമർശിക്കാൻ ആളുകൾ മടിക്കുന്നത് അതുകൊണ്ടാണ്. സക്രിയമായിട്ടുള്ള വിമർശനം നമുക്ക് ആവശ്യമാണ്. അതുണ്ടെങ്കിലേ ജനാധിപത്യം വളരുകയുള്ളൂ. കേരള സാഹിത്യോത്സവ വേദിയിൽ MTയുടെ പരാമർശമുയർത്തിയ വിവാദം കെട്ടടങ്ങുന്നതിന് മുൻപാണ് സമാന രാഷ്ട്രീയ പ്രതികരണങ്ങളുമായി കൂടുതൽ പേരെത്തുന്നത്. ന്യൂസ് 18 കോഴിക്കോട്. MTയുടെ വിമർശനം തള്ളാതെ CPM. MT പ്രസംഗം വിമർശനാത്മകമാണെങ്കിൽ അത് സ്വാഗതം ചെയ്യുന്നുവെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദൻ. തെറ്റുണ്ടെങ്കിൽ തിരുത്താൻ തയ്യാറെന്നും അദ്ദേഹം പറഞ്ഞു. അധികാരത്തിലെത്താനുള്ള ഒരു അംഗീകൃത മാർഗമാണ് ഇവിടെയും. അധികാരമെന്നാൽ ആധിപത്യമോ സർവാധിപത്യമോ അസംബ്ലിയിലോ പാർലമെന്റിലോ മന്ത്രിസഭയിലോ ഒരു സ്ഥാനം എന്ന് വെച്ചാൽ ആധിപത്യത്തിനുള്ള ഒരു തുറന്ന അവസരമാണ്. അധികാരമെന്നാൽ ജനസേവനത്തിന് കിട്ടുന്ന മെച്ചപ്പെട്ട ഒരവസരമെന്ന സിദ്ധാന്തത്തെ പാട്ടെന്ന് നമ്മൾ കുറിച്ചു. പിണറായി വിജയനെ വേദിയിലിരുത്തി MD നടത്തിയ വിമർശനം CPMനെ വല്ലാതെ പ്രതിരോധത്തിലാക്കിയിരുന്നു. പിണറായി വിജയനും സർക്കാരിനുമെതിരെയാണ് MDയുടെ വിമർശനങ്ങളെന്ന വ്യാഖ്യാനങ്ങളുണ്ടായി. പ്രതിപക്ഷം ഏറ്റുപിടിച്ചു. എന്നാൽ 2003 MD എഴുതിയ ലേഖനത്തിൽ പറഞ്ഞ അതേ കാര്യങ്ങളാണ് ഇതെന്ന് പറഞ്ഞ് തടിയൂരാനായിരുന്നു ഇതുവരെ CPM നേതാക്കളുടെ ശ്രമം. ലേഖനത്തിന്റെ കാര്യം സൂചിപ്പിച്ചെങ്കിലും വിമർശനമാണെങ്കിൽ അംഗീകരിക്കുന്നുവെന്ന പാർട്ടി സെക്രട്ടറിയുടെ നിലപാട് മറ്റു നേതാക്കളിൽ നിന്ന് വേറിട്ടു നിൽക്കുന്നു. സാഹിത്യകാരന്മാരായാലും കലാകാരന്മാരായാലും സാധാരണക്കാരായാലും കൃഷിക്കാരായാലും കർഷക തൊഴിലാളിയായാലും ആദിവാസിയായാലും അവരെല്ലാം ക്രിയാത്മകമായിട്ട് ഉന്നയിക്കുന്ന എല്ലാ വിമർശനത്തെയും നല്ല കാത് കൂർപ്പിച്ച് നല്ല കണ്ണോടെ കാണാനും കേൾക്കാനും അതിനടിസ്ഥാനപ്പെടുത്തിയിട്ട് വല്ല കാര്യങ്ങളിലും മാറ്റങ്ങൾ ഉണ്ടാക്കേണ്ടതുണ്ടെങ്കിൽ മാറ്റം ഉണ്ടാക്കാനും സദാ ജാഗ്രതയോടെ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ് CPM. 2003 MD ഇതേ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ മാധ്യമങ്ങൾ എന്തുകൊണ്ട് അത് AK ആന്റണിക്കെതിരായ വിമർശനമെന്ന് പറഞ്ഞില്ലെന്നും MV ഗോവിന്ദൻ ചോദിച്ചു. അന്ന് അത് എഴുതുമ്പോ ആരെ ഉദ്ദേശിച്ചാണ് നിങ്ങൾ ഇന്ന് പറയുന്നത് ഇതുപോലെയാണെങ്കിൽ അന്ന് ആരെ ഉദ്ദേശിച്ചാണ് എഴുതിയത്? അന്ന് 2003 ഇത് എഴുതുമ്പോ ആരെ ഉദ്ദേശിച്ചാണ് എഴുതിയതെന്ന് അത് പറ. അത് ഉത്തരം പറഞ്ഞിട്ടാകുമ്പോൾ ഞാൻ പറയാം. ആരെയാ? ആന്റണിയെ ഉദ്ദേശിച്ചിട്ടാണല്ലേ? ഉറപ്പല്ലേ? അങ്ങനെ വിചാരിക്കണ്ട. നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? നിങ്ങൾക്ക് ഉറപ്പില്ല അല്ലേ? നിങ്ങൾക്ക് അന്ന് ഉറപ്പില്ല, ഇപ്പൊ നിങ്ങൾക്ക് ഭയങ്കര ഉറപ്പാണ്. ഇത് പിണറായിയെ സംബന്ധിച്ചും CPMനെ പറ്റിയാണ് പറഞ്ഞത് എന്ന് ഇപ്പൊ നിങ്ങൾക്ക് നല്ല ഉറപ്പും 2003 AK ആന്റണിയെ പറ്റിയാണ് പറഞ്ഞത് എന്നുള്ളതിന് ഉറപ്പില്ലാതിരിക്കുകയും ചെയ്യുന്നത് വർഗപരമാണ്. അതാ കാര്യം. അത് നിങ്ങൾ മനസ്സിലായിക്കോ. 2003 2023. ന്യൂസ് 18 തിരുവനന്തപുരം. വ്യക്തിപൂജ അംഗീകരിക്കുന്ന പാർട്ടിയല്ല CPM എന്ന് സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദൻ. സൂര്യനെ പോലെയാണ് മുഖ്യമന്ത്രി എന്നു പറഞ്ഞത് വ്യക്തിപൂജയുടെ ഭാഗമല്ലെന്നും MP ഗോവിന്ദൻ വിശദീകരിച്ചു. നേതാക്കളും മന്ത്രിമാരും തുടർച്ചയായി മുഖ്യമന്ത്രി സ്തുതി നടത്തുന്ന സാഹചര്യത്തിലായിരുന്നു പാർട്ടി സെക്രട്ടറിയുടെ വിശദീകരണം. പരിശുദ്ധമായ രാഷ്ട്രീയത്തിന്റെ കറപുരളാത്ത കൈയുടെ ഉടമയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി. അതുകൊണ്ട് BJPയും UDFും ആഗ്രഹിച്ചാലും അടുത്തെത്താനാകാത്ത അത്രയും ദൂരത്തിൽ സൂര്യനെ പോലെയാണ് മുഖ്യമന്ത്രി എന്നായിരുന്നു നേരത്തെ MV ഗോവിന്ദന്റെ പരാമർശം. വ്യക്തിപൂജയും ബിംബവത്കരണവും എന്നും എതിർക്കുന്ന CPMന്റെ സംസ്ഥാന സെക്രട്ടറി തന്നെ പച്ചയായ വ്യക്തിപൂജാ പരാമർശം നടത്തിയത് CPM കേന്ദ്രങ്ങളെപ്പോലും ഞെട്ടിച്ചിരുന്നു. തുടർന്നാണ് ഇന്ന് വിശദീകരണവുമായി MV ഗോവിന്ദൻ രംഗത്ത് വന്നത്. മുഖ്യമന്ത്രി സൂര്യനെ പോലെയാണ്, കാരണം അടുത്തെത്താൻ പറ്റില്ല എന്നാ പറഞ്ഞത്. അത് അന്നും പറഞ്ഞത് ശരി, ഇന്നും പറഞ്ഞത് ശരി. ഒരു വ്യക്തിപൂജ അതിൻ്റെ അകത്തില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ഏജൻസിക്ക്, നിങ്ങളല്ല കേട്ടോ, കേന്ദ്ര ഏജൻസിക്ക് മുഖ്യമന്ത്രിയിലേക്ക് എത്താൻ സാധിക്കാത്ത കാര്യം അത് സൂര്യനെ പോലെയാണ്. സൂര്യനൊന്നല്ലേ ഉണ്ടാവുള്ളൂ, പിന്നെ അതിന്റെ സംശയം. അതായത് അഗ്നിയാണെന്നൊക്കെ പറയുന്നില്ലേ, ആ അഗ്നിക്ക് കുറച്ചും കൂടി ശക്തിയായിട്ട് പറഞ്ഞത് മാത്രമേ ഉള്ളൂ.
സൂര്യനാണ്. അന്ന് താൻ പറഞ്ഞതിനെ മാധ്യമങ്ങൾ തെറ്റായി വ്യാഖ്യാനിക്കുകയായിരുന്നുവെന്നും ഗോവിന്ദൻ പറയുന്നു. MV ഗോവിന്ദന്റെ മുഖ്യമന്ത്രി സ്തുതിയെ EP ജയരാജനടക്കമുള്ള നേതാക്കളും ശരിവച്ചിരുന്നു. പിണറായി വിജയൻ ദൈവത്തിന്റെ വരദാനമെന്ന് നേരത്തെ മന്ത്രി VN വാസവനും വിശേഷിപ്പിച്ചിരുന്നു. ഇത്തരം സ്തുതികൾക്കെതിരെ വലിയ വിമർശനം ഉയർന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് വ്യക്തിപൂജ തള്ളി CPM സംസ്ഥാന സെക്രട്ടറിയുടെ നിലപാട് പ്രഖ്യാപനം. ന്യൂസ് 18 തിരുവനന്തപുരം. വീണ വിജയനെതിരായ അന്വേഷണം കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് രാഷ്ട്രീയ വിരോധം തീർക്കലെന്ന CPM. പിണറായി വിജയന്റെ മകളായതുകൊണ്ടാണ് മകൾക്കെതിരായ അന്വേഷണം. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന്റെ ഭാഗമാണിത്. ഏത് അന്വേഷണം വേണമെങ്കിലും നടക്കട്ടെയെന്നും CPM പ്രതിക്കൂട്ടിലാവില്ല എന്നും MV ഗോവിന്ദൻ. മുഖ്യമന്ത്രിയുടെ മകളെക്കുറിച്ചുള്ള അന്വേഷണത്തിൽ കോൺഗ്രസിന് ഒരു ആവേശവുമില്ലെന്ന് K മുരളീധരൻ. നടപടിയുണ്ടാവുമെന്ന് കേന്ദ്രവും വേട്ടയാടലെന്ന് CPM-ഉം പറയുന്നു. പക്ഷേ ഇവർ തമ്മിൽ അന്തർധാര സജീവമാണ്. BJP കേരളത്തിൽ ഒരു MP വേണം. അതിന് ഏത് കളിയും കളിക്കുമെന്നും K മുരളീധരൻ പറഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ത്രീകൾക്ക് കൂടുതൽ പ്രാതിനിധ്യം നൽകണമെന്ന CPM കേന്ദ്ര കമ്മിറ്റി അംഗം KK ശൈലജ. ഇടതുപക്ഷത്തിന്റെ ഇക്കാര്യത്തിൽ ധാരണയുണ്ടെന്ന് KK ശൈലജ പറഞ്ഞു. വനിതാ മുഖ്യമന്ത്രി ഉണ്ടാകണമെന്നും എന്നാൽ നിലവിലെ മുഖ്യമന്ത്രിയെ മാറ്റേണ്ട സാഹചര്യമില്ല എന്നും ശൈലജ കോഴിക്കോട് KLF വേദിയിൽ പ്രതികരിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുരുവായൂർ ക്ഷേത്രത്തിന് പുറമെ തൃപ്പയാർ ശ്രീരാമക്ഷേത്രത്തിലും ദർശനം നടത്തിയേക്കും. സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യയുടെ വിവാഹത്തിനാണ് പ്രധാനമന്ത്രി ഗുരുവായൂരിലെത്തുന്നത്. ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിനും വിവാഹ ചടങ്ങിനും ശേഷം പ്രധാനമന്ത്രി റോഡ് മാർഗം തൃപ്പയാറിൽ എത്തിയേക്കുമെന്നാണ് വിവരം. ഇതിനു മുന്നോടിയായി പ്രധാനമന്ത്രിയുടെ സുരക്ഷയ്ക്കായുള്ള ഉന്നതതല യോഗം ചേർന്നു. ജില്ലാ കളക്ടറും സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് അടങ്ങുന്ന ഉന്നതതല സംഘമാണ് യോഗം ചേർന്നത്. പോലീസ് തൃപ്പയാർ ക്ഷേത്രത്തിൽ സുരക്ഷാ പരിശോധന നടത്തി. മാർച്ച് 15-ന് മുൻപ് ഇന്ത്യൻ സർക്കാർ മാലദ്വീപിൽ നിന്ന് സൈന്യത്തെ പിൻവലിക്കണമെന്ന് പ്രസിഡന്റ് മുഹമ്മദ് മുയ്സു ഇന്ത്യൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ മാലദ്വീപ് മുഖ്യമന്ത്രിയുടെ അപകീർത്തികരമായ പരാമർശങ്ങളുടെ പേരിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധം വഷളായ സാഹചര്യത്തിലാണ് പുതിയ നടപടി. 2023 നവംബറിൽ ഇന്ത്യയുമായുള്ള ബന്ധം വെട്ടിച്ചുരുക്കുന്നതിനും ചൈനയുമായുള്ള നയതന്ത്ര ബന്ധം വർദ്ധിപ്പിക്കുന്നതിനും മാലദ്വീപിന്റെ പ്രസിഡന്റ് മുയ്സു ശ്രമിച്ചിരുന്നു. മാലദ്വീപ് മുൻ ഗവൺമെന്റിന്റെ അഭ്യർത്ഥന പ്രകാരം വർഷങ്ങളായി മാലദ്വീപിൽ ഇന്ത്യൻ സൈനികരുടെ സാന്നിധ്യമുണ്ടായിരുന്നു. സമുദ്ര സുരക്ഷയ്ക്കും ദുരന്ത നിവാരണ സഹായത്തിനുമായിരുന്നു ഇന്ത്യൻ സൈനിക സഹായം മാലദ്വീപ് തേടിയത്. മാലദ്വീപ് ജനങ്ങളുടെ ജനാധിപത്യപരമായ ആവശ്യത്തെ ഇന്ത്യ മാനിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും മാലദ്വീപ് അറിയിച്ചു. അതേസമയം സൈന്യത്തെ പിൻവലിക്കാനുള്ള സമയപരിധി മാലദ്വീപ് സർക്കാർ നിർദ്ദേശിച്ചിരുന്നില്ല. മകരവിളക്കിനൊരുങ്ങി സന്നിധാനം. റിപ്പോർട്ട് ഇടവേളയ്ക്ക് ശേഷം. ഈ പരിപാടി നിങ്ങൾ തിരികെ വാർത്തയിലേക്ക്. മകരവിളക്ക് ആഘോഷത്തിനായി സന്നിധാനം ഒരുങ്ങി. ശബരിമല സന്നിധാനത്ത് തീർത്ഥാടകരുടെ തിരക്ക് വർദ്ധിക്കുകയാണ്. അതേസമയം ശബരിമലയിലെ തിരക്ക് നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി വെർച്വൽ ക്യൂ 50,000-ആയി പരിമിതപ്പെടുത്തിയിട്ടുണ്ട്. മകരവിളക്കിന്റെ പശ്ചാത്തലത്തിൽ സുരക്ഷയ്ക്കായി 1000 പോലീസുകാരെ കൂടുതലായി പമ്പ മുതൽ പുല്ലുമേട് വരെയുള്ള പ്രദേശത്ത് വിന്യസിച്ചു. പോലീസ് ഡ്രോൺ നിരീക്ഷണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. വിവരങ്ങളുമായി സജീവ് സി വാര്യരും ഒപ്പം ഡാൻ കുര്യനും സന്നിധാനത്ത് നിന്നും തത്സമയം ചേരും. ആദ്യം ഡാൻ കുര്യനിലേക്കാണ്. ഡാൻ, അങ്ങനെ പുണ്യം നിറഞ്ഞൊരു തീർത്ഥാടന കാലത്തിന്റെ പരിസമാപ്തിയിലേക്ക് എത്തുമ്പോൾ സുഖദർശനം, സുരക്ഷിത തീർത്ഥാടനം, ഇത് മാത്രമായിരിക്കും അവസാന മണിക്കൂറിലെ ലക്ഷ്യം, അല്ലേ? ഭവ്യ, തീർച്ചയായിട്ടും മകരസംക്രമ നാളിൽ മകരജ്യോതി ദർശിക്കുന്നതിന് വേണ്ടി ഭക്തലക്ഷങ്ങൾ വിശ്വാസത്തോടെ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ആ പുണ്യ നിമിഷത്തിന് ഒരു ദിനം മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തന്നെ നമ്മളോടൊപ്പം ചേരുന്നു. എങ്ങനെയാണ് ഒരുക്കങ്ങൾ അവസാന നിമിഷം? ഒരുക്കങ്ങൾ നല്ല ഒരുക്കത്തിലേക്ക് പോവുകയാണ്. നാളെ തങ്കയങ്കി 5 മണിയോടുകൂടി ശനകുത്തിയിൽ എത്തിച്ചേരും. ഞങ്ങളുടെ ദേവസ്വം ബോർഡ് അധികാരികൾ അവരെ പോയി സ്വീകരിച്ച് 18-ാം പടിയിലെ കൊടിമരച്ചോട്ടിൽ ദേവസ്വം വകുപ്പ് മന്ത്രിയും മെമ്പർമാരും എല്ലാവരും കൂടി
സോപാനത്തിലേക്ക് ആനയിക്കും. അവിടെ വെച്ച് തന്ത്രിയും മേൽശാന്തിയും തങ്കയങ്കി ഏറ്റുവാങ്ങി ഭഗവാനെ അണിയിച്ച് ദീപാരാധന നടത്തുന്നതോടുകൂടി നമ്മുടെ മകരജ്യോതി തെളിയും, ജ്യോതിസ് വരും. എത്ര പേര് ഈ ആളുകളുടെ എണ്ണത്തിൽ 50,000 എന്ന് പറഞ്ഞു, പക്ഷെ നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് 57,000 പേര് ഇതിനോടകം ഇവിടെ എത്തിക്കഴിഞ്ഞുവെന്നാണ് പറയുന്നത്. അല്ലേ, അത് സ്വാഭാവികമായും മകരവിളക്ക് മഹോത്സവവുമായി ബന്ധപ്പെട്ട് ലക്ഷം ആളുകളാണല്ലോ ഇങ്ങോട്ട് വരുന്നത്. ഏതാണ്ട് ഒരു 2-2.5 ലക്ഷം ആളുകൾ ഇവിടെ ഉണ്ടാവുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഈ വരുന്ന ആരെയും നിയന്ത്രിക്കുന്നില്ല, എല്ലാവരും മുഴുവൻ പേരെ ആരെയും ഞങ്ങൾ നിയന്ത്രിക്കുന്നില്ല. മാലയിട്ട് വരുന്ന ആളുകളെ നമുക്ക് എങ്ങനെയാണ് നിയന്ത്രിക്കാൻ കഴിയുക? പരമാവധി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് പരമാവധി സൗകര്യങ്ങൾ അവർക്കായി ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ടുള്ള വെള്ളവും സ്നാക്സും ഒക്കെ ഞങ്ങൾ സംഭരിച്ചിട്ടുണ്ട്. മാത്രമല്ല ഇന്നും നാളെയുമായി ഇവിടെയുള്ള പരമാവധി ആളുകൾക്ക് 1.5 ലക്ഷം ആളുകളോട് ഉണ്ടെന്ന് അറിയാമല്ലോ. നാളെയും കുറേ ആളുകൾ വരും. അവർക്കൊക്കെ പരമാവധി അന്നദാനം കൊടുക്കുന്നുള്ള സംവിധാനവും കൂടി ദേവസ്വം ബോർഡ് ചെയ്യുന്നു. ഈ ഇവിടുത്തെ വ്യൂ പോയിന്റിന് അപ്പുറത്തേക്ക് പ്രധാനമായി ഏറ്റവും കൂടുതൽ ആളുകൾ എത്തുമെന്ന് ദേവസ്വം ബോർഡ് പ്രതീക്ഷിക്കുന്നത് എവിടേക്കാണ്? ഇവിടെ 10 പോയിന്റുകൾ ഇവിടെ നമ്മൾ ഒരുക്കിയിട്ടുണ്ടല്ലോ. ഇവിടെ 10 പോയിന്റുകൾ പാണ്ടിത്താവളവും അതുപോലെ തന്നെ അന്നദാനത്തിന്റെ മുൻവശവും പിന്നെ കുപ്രക്കളവും ഇതിന്റെ പാണ്ടിത്താവളവുമായി ബന്ധപ്പെട്ട 11 പോയിന്റുകൾ ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഞങ്ങൾ ബാരിക്കേഡുകൾ കെട്ടി സുരക്ഷാ സംവിധാനങ്ങൾ, വൈദ്യുതി വിളക്കുകൾ എല്ലാം സ്ഥാപിച്ചിട്ടുണ്ട്. പോലീസ് ഇന്നലെ വെരിഫിക്കേഷൻ ചെയ്തു കഴിഞ്ഞു. അപ്പോൾ സുരക്ഷാ സംവിധാനങ്ങൾ നന്നായി ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഞങ്ങൾക്കൊരു അഭ്യർത്ഥനയുള്ളത് ആ സുരക്ഷാ സംവിധാനങ്ങൾക്ക് അകത്ത് നിന്നുകൊണ്ട് പോലീസും ഫോറസ്റ്റും പറയുന്ന കാര്യങ്ങൾ കൃത്യമായി ഭക്തന്മാർ അനുസരിക്കണമെന്നുള്ളതാണ്. കാരണം വനത്തിലേക്ക് പോയാൽ ഇഴജന്തുക്കളുണ്ട്, വന്യമൃഗങ്ങളുണ്ട്, ചെടികളുണ്ട്. പിന്നെ കെട്ടിടങ്ങളുടെ മുകളിലേക്ക് പരമാവധി കയറാതിരിക്കാനുള്ള സൗകര്യങ്ങൾ ബന്ധസ്ഥ പോലീസ് ചെയ്തിട്ടുണ്ട്. അവിടേക്ക് കയറരുത്, അങ്ങനെയുള്ള ചില അഭ്യർത്ഥനകൾ മാത്രമാണ് ഞങ്ങൾക്കുള്ളത്. അങ്ങനെ സുരക്ഷിത സാഹചര്യങ്ങളിൽ നിന്ന് ദർശനം നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ, പരമാവധി സൗകര്യങ്ങൾ ദേവസ്വം ബോർഡും സർക്കാരും ഒരുക്കി. വളരെ നന്ദി. ഒപ്പം ചേർന്നതിന് എന്തായാലും ദേവസ്വം ബോർഡ് പ്രസിഡന്റാണ് നമ്മളോട് പ്രതികരിച്ചത്. അവസാനപ്പെട്ട ഒരുക്കങ്ങളൊക്കെ പൂർത്തീകരിക്കുന്നു. നമ്മുടെ പ്രതിനിധി സജീവ് കൂടി എന്നോടൊപ്പം ചേരുന്നു. എങ്ങനെയാണ് ഒരുക്കി? ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം തുടങ്ങിയ തിരക്കാന്ന് തോന്നുന്നല്ലേ, ഇടമുറിയാതെ ഇങ്ങനെ ഭക്തജനപ്രവാഹം? ഇന്നലെ ഒരു 2 മണിയോട് കൂടി തിരക്ക് തുടങ്ങി. പമ്പയിൽ നിന്ന് 4 മണിയോടുകൂടി സന്നിധാനത്ത് ആ തിരക്ക് അനുഭവപ്പെട്ടു തുടങ്ങി. ഇന്നിപ്പോ വൈകുന്നേരത്തോടുകൂടി 60,000-ഓളം പേരാണ് എത്തുന്നത്. 1 മണിക്കൂറിൽ 1500, 1600 പേർ നട കയറി 18-ാം പടി കയറുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ആ തരത്തിൽ നോക്കിയാൽ ഇന്ന് രാത്രിയോട് കൂടി ഒരു 60,000-80,000 പേരോളം ദർശനം നടത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ നേരത്തെ പറഞ്ഞിരിക്കുന്ന 50,000 എന്ന കണക്ക് ഇപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തന്നെ പറഞ്ഞു. വരുന്ന ആളുകളെ മുഴുവൻ കയറ്റിവിടുക എന്നുള്ളത് തന്നെയാണ്. അവർക്ക് ദർശനത്തിന് അനുവാദം നൽകുക, അവർക്ക് സൗകര്യം ഒരുക്കുക എന്നുള്ളതാണ്. മാലയിട്ട് വരുന്നവരെ തടയുക എന്നുള്ളൊരു രീതിയെ അങ്ങനെ ഒരു പരിപാടിയേ ഇല്ല. അപ്പൊ എല്ലാ ആളുകളെയും കയറ്റിവിടുമ്പോൾ 2 ലക്ഷം എന്നായിരുന്നു നേരത്തെ പറഞ്ഞിരുന്നത്. 2.5 ലക്ഷത്തോളം ആളുകൾ സന്നിധാനത്ത് എത്തുകയും നാളെ ഈ സമയത്ത് വേറൊരു മൂഡിലേക്ക്, ഒരു ആംബിയൻസിലേക്ക് ഈ പ്രദേശം മുഴുവൻ മാറുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. പ്രത്യേകിച്ചും ലക്ഷക്കണക്കിന് ആളുകൾ മകരജ്യോതി ദർശനത്തിന് വേണ്ടി കാത്തിരിക്കുന്ന വളരെ ഒരു പുണ്യമായ മുഹൂർത്തമാണ് വരാൻ പോകുന്നത്. നമുക്ക് ഒരു ദിവസം മാത്രം, 24 മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇടാനുള്ളത്. എന്തായാലും ഭവ്യ ശരണമന്ത്രങ്ങൾ കൊണ്ട് മുഖരിതമാണ് സന്നിധാനവും പരിസരവും. നമുക്കറിയാം ഇവിടെ മാത്രം ഏതാണ്ട് 2500 ഉദ്യോഗസ്ഥരെയാണ് സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി വിന്യസിക്കുക. ക്രമസമാധാന ചുമതലയുള്ള ADGP ആയിരിക്കും സന്നിധാനത്ത് സുരക്ഷാ ക്രമീകരണങ്ങൾ നിയന്ത്രിക്കുക. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട വ്യൂ പോയിന്റുകളിലെല്ലാം ഉന്നത ഉദ്യോഗസ്ഥർ സാന്നിധ്യമുണ്ട്. നിലയ്ക്കലിൽ ദക്ഷിണ മേഖല DIGയുടെ നേതൃത്വത്തിലാണ് പോലീസ് സുരക്ഷ ഒരുക്കുന്നത്. അവിടെ നിന്നടക്കം കൃത്യമായ പരിശോധനകൾക്ക് വിധേയമാക്കിയാണ് ഭക്തരെ ഇവിടേക്ക് കയറ്റിവിടുന്നത്. സുഖദർശനം, സുരക്ഷിത ദർശനം അത് സാധ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും സർക്കാരിന്റെ ഭാഗത്തുനിന്ന്, പോലീസിന്റെ ഭാഗത്തുനിന്ന്, ദേവസ്വം ബോർഡിന്റെ ഭാഗത്തുനിന്നൊക്കെ ഉറപ്പാക്കിയിട്ടുണ്ട്. അവർ നമ്മളോട് സൂചിപ്പിച്ച പോലെ ഇനി കൃത്യമായി മുമ്പോട്ട് വെക്കുന്ന നിർദ്ദേശങ്ങൾ അത് കൃത്യമായി പാലിക്കാൻ എല്ലാവരും തയ്യാറാകണം. എങ്കിൽ മാത്രമേ സുരക്ഷിതമായി ഈ മകരജ്യോതി ദർശനം കണ്ട് ഇവിടെ നിന്ന് അവർക്ക് തിരികെ ഇറങ്ങാൻ കഴിയുള്ളൂ. അതുവരെ ആ ഒരു പോലീസിന്റെയും അല്ലെങ്കിൽ അധികൃതരുടെയും ഒക്കെ ആ നിർദ്ദേശങ്ങൾ അത് കൃത്യമായി പാലിക്കാൻ തയ്യാറാകണമെന്ന് തന്നെയാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അടക്കം വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ഇന്ന് രാത്രിയുടെ മകരവിളക്കിന് ഒരുങ്ങിയിരിക്കുകയാണ് ശബരിമല സന്നിധാനം. ഡാനുകുര്യനുമൊപ്പം സജീവ് സീവാരമാണ് വിവരങ്ങൾ പങ്കുവച്ചത്. കായിക വാർത്തകൾ നോക്കാം. T20 ലോകകപ്പിന് മുൻപുള്ള അവസാന T20 പരമ്പര സ്വന്തമാക്കാൻ ഇന്ത്യ ഇന്നിറങ്ങുന്നു. അഫ്ഗാനിസ്ഥാനെതിരായ പരമ്പരയിലെ 2ാമത്തെ മത്സരം അല്പസമയത്തിനകം ഇൻഡോറിലെ ഹോൾക്കർ സ്റ്റേഡിയത്തിൽ നടക്കും. ഒരിടവേളയ്ക്ക് ശേഷമുള്ള വിരാട് കോഹ്ലിയുടെ തിരിച്ചുവരവും 150ാം T20 മത്സരത്തിനായി നായകൻ രോഹിത് ശർമ്മ ഇറങ്ങുന്നുവെന്ന പ്രത്യേകതയും ഇന്നത്തെ മത്സരത്തിനുണ്ട്. മലയാളി താരം സഞ്ജുവിന് ഇടം ലഭിക്കുമോ എന്ന ആകാംക്ഷയും ആരാധകർക്കുണ്ട്.
റിലയൻസ് ജിയോ എയർ ഫൈബർ സേവനങ്ങൾ നാളെ മുതൽ കേരളത്തിലുടനീളം. കേരളത്തിൽ തിരുവനന്തപുരം നഗരത്തിൽ മാത്രമായിരുന്നു ഇതുവരെ ജിയോ എയർ ഫൈബർ ലഭ്യമായിരുന്നത്. സെപ്റ്റംബർ 19 രാജ്യത്ത് ജിയോ എയർ ഫൈബറിന് തുടക്കമിട്ടത്. ജിയോ എയർ ഫൈബർ പ്ലാനിൽ 30 Mbps സ്പീഡിൽ അൺലിമിറ്റഡ് ഡേറ്റ 599 രൂപയ്ക്ക് ലഭ്യമാകും. കൂടാതെ 100 Mbps സ്പീഡിൽ 899 രൂപയുടെയും പ്ലാനുകൾ ലഭ്യമാണ്. 1999 രൂപയുടെ പ്ലാനിൽ നെറ്റ്ഫ്ലിക്സ്, ആമസോൺ പ്രൈം, ജിയോ സിനിമ പ്രീമിയം ഉൾപ്പെടെ 16 OTT പ്ലാറ്റ്ഫോമുകൾ ലഭ്യമാകും. മറ്റ് 2 പ്ലാനുകളിലും 14 OTT ആപ്പുകൾ ലഭ്യമാണ്. സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 5775, പവന് 46,200. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 4800, പവന് 38,400. വെള്ളി ഗ്രാമിന് 78, കിലോയ്ക്ക് 78,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. പൂർണ്ണമാകുന്നു വാർത്തയിൽ നിന്ന്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും malayalam.news18.com. ഈ പരിപാടി